എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പച്ചമാങ്ങ അരച്ച അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ആദ്യം അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി തേങ്ങയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മാങ്ങ, ഉലുവ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ കറി തയ്യാറാക്കാനായി അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത മാങ്ങ എടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ തക്കാളിയും ഒരു കുടംപുളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കടുക് പൊട്ടിച്ച് സവോള, ഒരു കുടംപുളിയും തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മാങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. മീൻകറിയിൽ പുളി പിടിച്ചില്ലെങ്കിൽ നമ്മൾ മീൻകറി തയ്യാറായ ശേഷം അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഈ കുടംപുളിയുടെ പുളി ഇതിലേക്ക് പിടിച്ച ശേഷം ഈ കുടംപുളി ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല പോലെ വഴണ്ട് വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായി തിളച്ച് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം മാത്രം മീനിട്ട് കൊടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. കറിവേപ്പില തേങ്ങയ്ക്കൊപ്പം അരച്ചും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയും കറിവേപ്പിലയും അരച്ച് ചേർക്കുന്നതും അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഇവയും അരച്ച് ചേർക്കുന്നതും കറിക്ക് ഒരു പ്രത്യേക രുചി നൽകും. ചെറിയ ഉള്ളിക്ക് പകരം ഞാനിവിടെ സവോളയാണ് ഈ കറിക്കായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി അരയ്ക്കുന്നതാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് നൽകുന്നത്. മീൻ കറി തയ്യാറായ ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അടച്ച് തന്നെ വെക്കണം. ഇനി വിളമ്പാൻ നേരം മാത്രമായിട്ടേ ഇത് തുറക്കാവുള്ളൂ. അപ്പോഴേക്കും ഈ പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.